ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നമുക്കറിയാം. ബഹിരാകാശത്ത് കുടുങ്ങിയ സുനിത വില്യംസിനെയും ബുഷ് വിൽമോറിനെയും തിരിച്ചെത്തിക്കാനുള്ള വഴി തെളിഞ്ഞു എന്നുള്ളതാണ്. ഇവരെ മടക്കിക്കൊണ്ടുവരാനുള്ള സ്പേസ് എക്സ് ക്രൂ 10 ഫ്ലോറിഡയിൽ നിന്ന് വിക്ഷേപിച്ചു. ഇന്ന് പുലർച്ചെ 4:33 വിക്ഷേപണം. 4 ബഹിരാകാശ യാത്രികരും പേടകത്തിലുണ്ട്. Vehicles pitching downrange. Space Station. One port continuing to get good call-outs on the first stage performance so far. We'll have MECO, or main engine cutoff, where the 9 engines on the first stage will cut off ahead of the first and second stages. Main engine cutoff. SpaceX Dragon, 2 Alpha. Stage separation confirmed. Copy, 2 Alpha. Great call-outs and incredible views there on your left-hand screen. On your left-hand screen, you can see a view from stage 1. There's that landing burn. Let's watch as Falcon 9 touches down on landing zone 1. Stage 2 SES complete. Now we're preparing for stabilizing the second stage so that we can have a smooth separation. And there you can see on the left-hand side of your screen, the crowd is going wild. It was an honor flying with you this evening. We wish you well on your journey and give Crew 9 our best. 3 p.m. Pacific. There you're getting an over-the-shoulder view between the commander and pilot, so Anne McLean. വി ആർ കാർത്തിക് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. കാർത്തിക്, കഴിഞ്ഞ 9 മാസമായുള്ള കാത്തിരിപ്പാണ് സുനിത വില്യംസിനെയും ബുഷ് വിൽമോറിനെയും തിരികെ ഭൂമിയിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യം. അതിനായുള്ള പേടകം സ്പേസ് എക്സിന്റെ ദൗത്യം പുറപ്പെട്ടു കഴിഞ്ഞു. എത്ര ദിവസം കൊണ്ട് ഇവരെ ഭൂമിയിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്? ആര്യ, ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന ആ മടങ്ങിവരവിന് കളമൊരുങ്ങുകയാണ്. 9 മാസമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തുടരുന്ന ബുഷ് വിൽമോറിനെയും സുനിത വില്യംസിനെയും അവരുടെ മടക്കയാത്ര ഉടൻ ആരംഭിക്കും. ബുധനാഴ്ചയോടെ അവർ ഭൂമിയിലേക്ക് മടങ്ങിയെത്തും എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റോയിറ്റേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ നാസയുടെ ഔദ്യോഗിക സ്ഥിരീകരണം വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കുന്നുമുണ്ട്. എന്തായാലും സ്പേസ് എക്സ് ക്രൂ 10 ഇന്ത്യൻ സമയം പുലർച്ചെ 4:33 വിക്ഷേപിച്ചത്. നാസയുടെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം. വിക്ഷേപണത്തിന്റെ എല്ലാ ഘട്ടങ്ങളും വിജയം ആണ് എന്ന് ഇതിനോടകം തന്നെ നാസ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. സാധാരണ ഒരു ക്രൂ റൊട്ടേഷൻ എന്നതിനപ്പുറത്തേക്ക് ഈ ഡ്രാഗൺ ക്രൂ 10ന്റെ പ്രത്യേകത അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 9 മാസമായി തുടരുന്ന ഈ 2 ബഹിരാകാശ ശാസ്ത്രജ്ഞരെ തിരികെ എത്തിക്കുന്നു എന്നതുകൊണ്ടാണ് ഈ ഡ്രാഗൺ ക്രൂ 10 ഏറ്റവും ശ്രദ്ധേയമായി തുടരുന്നത്. സ്വാഭാവികമായും നമുക്കറിയാം, ഏറെ ആശങ്കകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ 9 മാസക്കാലം ബഹിരാകാശത്ത് തുടർന്ന ബഹിരാകാശ നിലയത്ത് തുടർന്ന അവരുടെ ആരോഗ്യം സംബന്ധിച്ച്, അവരുടെ തിരിച്ചു വരവ് സംബന്ധിച്ച്. ആ ആകാംക്ഷകൾക്കൊക്കെയാണ് വിരാമമാകുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കഴിഞ്ഞ ജൂണിലാണ് ഇവർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെട്ടത്. സ്റ്റാർ ലൈനറിലായിരുന്നു ഇവരുടെ യാത്ര. എന്നാൽ അവിടെ എത്തി 8 ദിവസത്തെ ദൗത്യത്തിനായി പുറപ്പെട്ട ഇവർക്ക് അപ്രതീക്ഷിത തിരിച്ചടികൾ ഉണ്ടായി. സ്റ്റാർ ലൈനറിൽ ഹീലിയം വാതക ചോർച്ച, അതോടൊപ്പം തന്നെ ത്രസ്റ്ററുകളുടെ പ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ തോതിൽ പ്രതികൂല സാഹചര്യങ്ങളുണ്ടായി. അതുകൊണ്ടാണ് മടങ്ങിവരവ് വൈകിയതും. ഈ കാലയളവിലൊക്കെ തന്നെ ഒട്ടേറെ രാഷ്ട്രീയ വിവാദങ്ങൾക്കും അതോടൊപ്പം തന്നെ ഇവരുടെ ഭക്ഷണം സംബന്ധിച്ച്, ഇവരുടെ ആരോഗ്യം സംബന്ധിച്ചൊക്കെ വലിയ തോതിൽ ഉള്ള ആകാംക്ഷ ലോകമാധ്യമങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്യുന്നു. ആ ആകാംക്ഷകൾക്കൊക്കെ കൂടിയാണ് ഉത്തരമാകാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. എന്തായാലും ഫാൽക്കൺ 9 റോക്കറ്റിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് 4 ബഹിരാകാശ സഞ്ചാരികൾ കൂടി ഇന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയം നാസയുടെ 2 ശാസ്ത്രജ്ഞർക്കൊപ്പം ജപ്പാന്റെയും അതോടൊപ്പം തന്നെ റഷ്യയുടെയും ഓരോ ബഹിരാകാശ ഗവേഷകർ ഉണ്ട് എന്നതാണ്. ആനി മക്ലിൻ, അതോടൊപ്പം തന്നെ നിക്കോളാസ് അയേഴ്സ്, ടക്കുയ ഒനിഷി,
കിറിൽ പെസ്കോ ഇവരാണ് ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പുറപ്പെട്ട ഫാൽക്കൺ 9 റോക്കറ്റിൽ ഉള്ളത്. ഏതായാലും യാത്രയ്ക്കൊടുവിൽ ബഹിരാകാശത്തെത്തുന്ന ഇവർക്കായിരിക്കും സുനിത വില്യംസ് ചുമതലകൾ കൈമാറുക. നേരത്തെ തന്നെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ കമാൻഡർ ചുമതല സുനിത വില്യംസ് കൈമാറിയിരുന്നു. ഈ എത്തുന്ന ടീമിനും ഒരു ഹാൻഡ് ഓവർ പ്രക്രിയയുണ്ട്. ആ ഹാൻഡ് ഓവർ പ്രക്രിയയ്ക്ക് ശേഷമായിരിക്കും മടക്കയാത്ര ആരംഭിക്കുക. വലിയ തോതിൽ ഉള്ള ചരിത്ര നേട്ടങ്ങൾ സ്വന്തമാക്കിയാണ് ഇരുവരും മടങ്ങിയെത്തുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഏറ്റവും കൂടുതൽ നടന്ന വ്യക്തിയായി സുനിത വില്യംസ് മാറിയിരിക്കുന്നു. ജനുവരി 30-ന് 5 മണിക്കൂറിലധികം സ്പേസ് വാക്ക് നടത്തിയതോടുകൂടി 62 മണിക്കൂറും 9 മിനിറ്റും ഇത്തരത്തിൽ ബഹിരാകാശത്ത് നടക്കുന്ന അപൂർവ നേട്ടം സുനിത വില്യംസ് സ്വന്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ പല ഘട്ടങ്ങളിലും പലതോതിലുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റ ശേഷം ഇവരുടെ യാത്ര സംബന്ധിച്ച രാഷ്ട്രീയ വിവാദങ്ങളും ഉണ്ടായി എന്നതാണ് ഏറെ ശ്രദ്ധേയം. ആ ഘട്ടത്തിലൊക്കെ തന്നെ ഇവരുടെ ഭാഗത്ത് നിന്ന് വളരെ പക്വമായ പ്രതികരണങ്ങളാണ് ഉണ്ടായിരുന്നത്. ലോകം ഇവരുടെ തിരിച്ചുവരവ് സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ഇവരുടെ ആരോഗ്യം സംബന്ധിച്ചും പല ആശങ്കകൾ പങ്കുവെക്കുമ്പോഴും അവർ ബഹിരാകാശ നിലയത്തിൽ അവരുടെ ഗവേഷണ പ്രക്രിയകളുമായി തുടർന്നു എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഏതാണ്ട് 900 മണിക്കൂറിലധികം നീണ്ട ഗവേഷണങ്ങൾ, സസ്യങ്ങൾ അവിടെ വളർത്തുന്നത് സംബന്ധിച്ച പരീക്ഷണങ്ങൾ, പ്രത്യേകിച്ച് ചീരയുടെ വിത്തിനത്തിൽപ്പെട്ട ലിറ്റ്മൂസ് അവിടെ വളർത്തി സുനിത വില്യംസ് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. സ്വാഭാവികമായും ബഹിരാകാശത്ത് സീറോ ഗ്രാവിറ്റിയാണ്. അവിടെ ഈർപ്പം എത്രത്തോളം ഈ സസ്യങ്ങളുടെ വളർച്ചയിൽ നിർണായകമാണ് എന്ന പഠനം, അതോടൊപ്പം തന്നെ ഈ ആഹാര സസ്യങ്ങളിലെ പോഷകം എത്ര നാൾ നിലനിൽക്കും ബഹിരാകാശത്ത് എന്നതടക്കമുള്ള കാര്യങ്ങളിലെ ഗവേഷണങ്ങൾ എല്ലാം തന്നെ നടത്തി. അതിലെല്ലാം നിർണായക വിവരങ്ങളുമായാണ് ഇവരുടെ മടക്കം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. സ്വാഭാവികമായും ഇനിയൊരു 6 മാസക്കാലം കൂടി എടുക്കും ഭൂമിയുടെ കാലാവസ്ഥയുമായി ഇവർക്ക് പൊരുത്തപ്പെടാൻ. നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ സ്വാഭാവികമായും ഈ സീറോ ഗ്രാവിറ്റിയിൽ നിന്ന് ഭൂമിയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകും. ഇതടക്കമുള്ള കാര്യങ്ങളിലാകും വരും നാളുകളിൽ ശാസ്ത്രലോകത്തിൻ്റെ ആകാംക്ഷ. അതിനുള്ള ചോദ്യങ്ങൾക്ക് കൂടിയാണ് ഉത്തരമാകുന്നത്. എന്തായാലും ഔദ്യോഗിക സ്ഥിരീകരണം ഇനി വരേണ്ടതുണ്ട്. എങ്കിൽ കൂടിയും അമേരിക്കൻ്റെ പ്രാദേശിക സമയം ശനിയാഴ്ച രാത്രിയെന്നും അല്ല ബുധനാഴ്ചയെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സുനിത വില്യംസിൻ്റെയും ബുഷ്മോറിൻ്റെയും മടങ്ങിവരവ് സംബന്ധിച്ച വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. എങ്കിൽ കൂടിയും അവർ മടങ്ങിയെത്താൻ ഇനി മണിക്കൂറുകൾ മാത്രം എന്ന് ആശ്വസിക്കുകയാണ് ലോകം. തീർച്ചയായും VR കാർത്തിക്കാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഏറെ പ്രതീക്ഷയോടെ ഈ ദൗത്യത്തെ നോക്കിക്കാണുകയാണ് ലോകം. ഏറെ നാളത്തെ പ്രതിസന്ധിക്കാണ് വിരാമമാകുന്നത്. എന്തായാലും ഉടൻ തന്നെ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് തിരികെ എത്തുന്നു. പക്ഷെ അപ്പോഴും നിരവധി ആശങ്കകളുണ്ട്. അവർ ഭൂമിയിലേക്ക് തിരികെ എത്തുമ്പോൾ, സീറോ ഗ്രാവിറ്റിയിൽ നിന്ന് തിരികെ എത്തുമ്പോൾ മാനസികമായും ശാരീരികമായും അവർ ഇനി നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ, അത് ശാസ്ത്രലോകം അതൊരു പഠന വിധേയമാക്കുക തന്നെ ചെയ്യും. എന്തായാലും ഒരുപാട് ചരിത്ര നേട്ടങ്ങൾ കൈപ്പിടിയിൽ ആക്കിക്കൊണ്ടാണ് സുനിതയുടെ മടക്കം എന്നുള്ളത് സന്തോഷകരം തന്നെ.